ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാൻ ചേച്ചിയുടെ വീട്ടിലൊക്കെ കെട്ടുന്നവരെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇരുന്ന് കെട്ടുന്നവരെ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ സ്വാമിമാർ നമ്മളെ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് അച്ഛനും ഏട്ടനും ഉണ്ട്. കെട്ടുനിറച്ച് പോവുകയാണ്. അപ്പോൾ ഒരുമിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ വന്നിട്ടില്ല, ഏട്ടൻ വൈകിട്ടാണ് വരാം. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ആനയിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റൊക്കെ വിരിച്ചിട്ട് ചാണകവെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മാറ്റ് വിരിച്ചിട്ടുണ്ട് നമ്മൾ കെട്ടിറക്കി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഐശ്വര്യം തന്നെയല്ലേ, അതൊരു പ്രത്യേകത കേട്ടോ. അയ്യപ്പൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കൊരു പ്രത്യേകത തന്നെയാണ്. അത് അനുഭവിച്ചറിയണം. അങ്ങനെയൊക്കെ ഒരു ഫീലാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കള്ളത്തരം ഒക്കെ ഉണ്ട്, അതൊക്കെ വേറെ. പക്ഷെ നമ്മളെ വീട്ടിലെപ്പോഴും ഐശ്വര്യമായിരിക്കണം. നമ്മളവിടെ ബാഡൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടാവുമായിരിക്കാം. പക്ഷെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സിലാണ് അയ്യപ്പൻ. നമ്മളെപ്പോഴും വൃദ്ധം ശുദ്ധിയായിട്ടിരിക്കണം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ സായിമാർ വന്നു കേട്ടോ, വന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ വിളക്കുന്നിറക്കി എടുത്തിട്ട് നമ്മൾ സ്വാമിമാരെ കയറ്റാൻ പോവാണ് കേട്ടോ. അപ്പം അമ്മ അരിയും പൂവൊക്കെ എറിഞ്ഞ് പിന്നെ ഞാൻ വിളക്ക് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക, സ്വാമിമാരെ ശരണം വിളി കേൾക്കുമ്പോഴേ മനസ്സിന് വല്ലാത്തൊരു പ്രത്യേകിച്ച് എനിക്കിപ്പോഴും ഞാനിത് ഓഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴും എനിക്ക് വിഷമമാണ് കേട്ടോ. വിഷമം എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ കെട്ടുന്നവരുടെ വിളിയിട്ടപ്പോൾ ഒരു ആൾ പൊങ്കാലിട്ടിട്ടുണ്ടായിരുന്നു, കരഞ്ഞിട്ടാണോ പറഞ്ഞയക്കണേന്നൊക്കെ. പക്ഷെ അതെന്താണെന്നറിയില്ല, നമുക്കൊരു ഫീലാണത്.